ഹായ് ഹലോ എവരി വൺ, ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് വെൽ. സോ തമ്മിൽ കണ്ട പോലെ ഇന്ന് നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരവായിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ നേരെ കാര്യത്തിലോട്ട് കിടക്കാം. എല്ലാവരും അറിയുന്ന പോലെ ഞാൻ മെഹബൂബ ചെയ്തിട്ട് ഒരുപാട് നാളായി. അപ്പം എനിക്ക് കോമൻസിലൂടെയും പിന്നെ അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ DM പലരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു, മെഹബൂബ നിർത്തിയോ, മെഹബൂബ കണ്ടിന്യൂ ചെയ്യുന്നില്ലേ, എന്താ ചെയ്യാത്തേ, ചാനൽ നിർത്തിയോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ കാര്യം പറയാം, മെഹബൂബ അതുപോലെ തന്നെ കൺമണി ഇതൊന്നും നിർത്തിയിട്ടില്ല. പിന്നെ ഇതുവരെ ചെയ്യാതിരുന്നത് ഞാൻ പലതവണ ഞാൻ എന്തെങ്കിലും ലേറ്റ് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാറുണ്ട്. പക്ഷെ അത് എല്ലാവരും കാണാറില്ല. അതിപ്പോൾ ആരാൻ തെറ്റ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും കാണുന്നില്ല. എങ്കിൽ പോലും ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാവരും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും കണ്ടോട്ടെ അല്ലെ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതുവരെ ചെയ്യാതിരുന്നത് ഞാൻ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് ഞാൻ ഇതുവരെ മെഹബൂബ ചെയ്യാതിരുന്നത്. ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിപ്പോയിരുന്നു. ഹെൽത്ത് അത്രയ്ക്കും ഡൗൺ ആയിപ്പോയൊരവസ്ഥയായിരുന്നു. ഇപ്പം ഞാൻ ആ സമയത്ത് പഠിക്കുന്നുണ്ടായിരുന്നു, വർക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. ആ പഠിത്തം വരെ മുടങ്ങിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒട്ടും സ്ട്രെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. എനിക്ക് തോന്നുന്നു 2 വർഷത്തോളം എൻ്റെ അങ്ങനെയങ്ങ് നീണ്ടുപോയി. അപ്പം ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നാൽ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല, നോർമലായിട്ടുണ്ട്. അതുകൊണ്ടാണ് FF ഒന്നും മെഹബൂബ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഇടയ്ക്ക് ഒന്ന് ഓക്കെ ആയി വന്നപ്പോഴത്തേക്ക് ഞാനൊന്ന് മെഹബൂബ എഡിറ്റ് ചെയ്ത് നോക്കി. എഡിറ്റ് ചെയ്ത് പകുതി എത്തിയപ്പോഴത്തേക്കും എനിക്ക് എന്താ പറയുക, അത്ര ഗ്യാപ്പ് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് അപ്പോഴേ ഫ്ലോ കിട്ടിയില്ല. അപ്പം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് വിഷമം വന്നിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിവേ ഇപ്പം ഞാൻ കുഴപ്പമില്ല. ഇപ്പം ഞാൻ മെഹബൂബയ്ക്ക് ശേഷം കുറച്ച് FF ചെയ്തല്ലോ, അപ്പം ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഞാൻ 2-3 തവണ ഞാൻ ഇതുവരെ ചെയ്ത മെഹബൂബിൻ്റെ എപ്പിസോഡ് ഇന്ന് കണ്ടു. അങ്ങനെ മൈൻഡ് ഓൾറെഡി സെറ്റാക്കി ഞാൻ പിന്നെ കുറച്ചങ്ങ് ഡബ് ചെയ്ത് വെച്ചു. ലൈക്ക് മെഹബൂബ കംപ്ലീറ്റ് ഞാൻ ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി എഡിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പിന്നെയും പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ കഴിഞ്ഞ ഒക്ടോബർ 15 തൊട്ട് ഞാൻ വീണ്ടും ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ പഴയതുപോലെ എഡിറ്റ്സ് FF ഇതൊന്നും നല്ല രീതിക്ക് പോവില്ല, പഴയ ഓർഡറിനനുസരിച്ച് പോവില്ല. അതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാനത് പോകുന്നതിന് മുന്നേ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സാഹചര്യങ്ങൾ ഒത്തു വന്നില്ല. ബിക്കോസ് ഇത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. ലൈക്ക് അപ്പോൾ ഒന്ന് ഇവിടെ ഒന്ന് പറയാനോ ഒന്നിനും പറ്റിയൊരു സാഹചര്യം കിട്ടിയില്ല. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളുടെ DM പോയിട്ടൊന്നും പറയാൻ പറ്റും, ജസ്റ്റ് സ്റ്റോറി ഇട്ടിട്ട് ഞാനങ്ങ് പോവുമായിരുന്നു. ഓക്കെ, എനിവേ പഴയതുപോലെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ലൈക്ക് ഫ്രീ കിട്ടുന്നില്ല. ഹോസ്റ്റലിൽ ഫോൺ യൂസ് ചെയ്യുന്ന പ്രശ്നമല്ല, പക്ഷേ ഡബ്ബിങ് കുറച്ച് ബുദ്ധിമുട്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു, ഞാൻ ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരും എന്നേക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കൊരു ടൈം കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ മൈൻഡ് സെറ്റാക്കി ഞാൻ മെഹബൂബയ്ക്കുള്ളത് കംപ്ലീറ്റ് ഞാൻ ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ കൺമണി FFനുള്ള 2-3 എപ്പിസോഡിനുള്ളതും കൂടി ഞാൻ ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ടൈം കിട്ടും പോലെ എഡിറ്റ് ചെയ്താൽ മതി. പിന്നെ ഇപ്പോൾ ക്ലാസ്സസ് തുടങ്ങിയതേ ഉള്ളൂ, അപ്പോൾ തന്നെ അസൈൻമെൻറ്റ്സ് ഒരു 100ഓളം വരുന്നുണ്ട്. അപ്പം പിന്നെ വർക്ക് അതിൻ്റെ കൂടെ എനിക്ക് എല്ലാം മാനേജ് ചെയ്ത് ഞാൻ റെഡിയായി വന്നതേ ഉള്ളൂ. അപ്പം കുറച്ച് അധികം വന്നു. ഇപ്പോഴും ഞാൻ എഴുതി ഇങ്ങനെ പകുതിയൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് സ്റ്റേബിൾ ആവണം. എനിക്ക് അത് 1 മാസം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പൊതുവേ ഭയങ്കര സ്ലോ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം എടുക്കും. എനിവേ ഒന്ന് സ്റ്റേബിൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ FF എഡിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ബിക്കോസ് അത് ചെയ്യണം, കാരണം എത്രയോ ലേറ്റായി. പിന്നെ ഞാൻ ഇടയ്ക്ക് ഷോർട്സ് ഇട്ടുള്ളൂ. എന്നോട് ചോദിക്കും, ഷോർട്സ് ഇടുന്നുണ്ടല്ലോ, പിന്നെ എന്താ FF ഇടാത്തതെന്ന് ചോദിക്കുന്നത്. കാരണം നമ്മുടെ ചാനലും കൂടെ നോക്കണമല്ലോ. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമും നമ്മൾ എപ്പോഴും വീഡിയോസ് ഇട്ടില്ലെങ്കിൽ ചാനലിലെയും അക്കൗണ്ടിൻ്റെയൊക്കെ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഇത്തിരി അരമണിക്കൂർ മാറ്റി വെച്ചതിന് ഷോർട്സ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, എനിവേയ്സ് FFന് ഇരിക്കേണ്ട ആ ഒരു ഇരുത്തം ഇത് ഷോർട്സ് ഇടുമ്പോൾ വേണ്ടല്ലോ, അതുകൊണ്ട്. ഓക്കെ,
അപ്പം ഇനി ഈ ഒരു തിരക്കൊന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ടൈം സെറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. അപ്പോൾ പഠിക്കാൻ ഒരു സമയം, എഴുതാൻ ഒരു സമയം, എഡിറ്റ് ചെയ്യാൻ ഒരു സമയം, അങ്ങനെ ഇതൊക്കെ ആണെങ്കിൽ കാരണം ഒരു 15 മിനിറ്റ് കിട്ടിയല്ലോ, അതെന്നെ വലിയ കാര്യം. ഓക്കെ, അപ്പം നമുക്ക് മാക്സിമം ഒരു 1 വീക്ക് കൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് തീർക്കാം, അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. എന്തായാലും മെഹബൂബ ഇനി ഇടുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. മെഹബൂബ തീർത്തിട്ട് ഇനി വേറൊന്നും ഇടുന്നുള്ളൂ. പുതിയതിലോട്ട് ഞാനിപ്പോൾ കടക്കണില്ല, കാരണം പുതിയ സ്റ്റോറീസ് ആക്ച്വലി ഉണ്ട്, പക്ഷേ അങ്ങോട്ട് ചെയ്യാൻ ഇറങ്ങുന്നില്ല, കാരണം മെഹബൂബ് തീർത്തിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ആ പുതിയതിൻ്റെ പുറകെ അങ്ങോട്ട് പോകും. അതാണ് ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സംഭവിച്ചു പോയത്. കാരണം ഞാൻ എൻ്റെ മൈൻഡ് ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുതിയതിലോട്ട് പോയത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത്രയും ഗ്യാപ്പ് വന്നുകൊണ്ട് എന്താ പറയുക, ഒരു ടച്ച് വിട്ടുപോയി കിടക്കുമായിരുന്നു. അപ്പോൾ അതൊന്ന് സ്റ്റേബിളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയ സ്റ്റോറികളിലോട്ട് പോയത്. അപ്പം ഞാൻ അതിൻ്റെ പുറകെ അങ്ങ് പോയി. അപ്പം എനിക്ക് മനസ്സിലായി അങ്ങനെ വേണ്ട, മെഹബൂബ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഞാനൊന്ന് സ്റ്റേബിളാക്കി കഴിഞ്ഞിട്ട് നമുക്ക് മെഹബൂബ ചെയ്യാം കേട്ടോ. മെഹബൂബ ആക്ച്വലി തീരാനായിട്ടോ, അത് അധികം എപ്പിസോഡ്സ് ഇല്ല, എനിക്ക് തോന്നുന്നു 4 എനിക്കൊന്ന് മൂന്നിനുള്ളിൽ തീരും. ഞാൻ 3 തീർക്കാനുള്ള പ്ലാനിലാണ്. ഇനി കുറച്ച് മൊമെൻറ്റ്സ് കുറയും, എനിക്കറിയില്ല, മാക്സിമം സെറ്റാക്കാൻ ശ്രമിക്കാം. പിന്നെ കൺമണി എത്ര എപ്പിസോഡ്സ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ബിക്കോസ് നമ്മുടെ ഒള്ളിയൊക്കെ പോലെ അത്രയ്ക്കും ലെങ്തി ആയിട്ടുള്ള സാധനമായിരിക്കും മേ ബി. കാരണം അത് കുറച്ച് ലെങ്തി ആയിട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം. അപ്പം അതങ്ങനെ. ഇനി വേറെ ഒന്നുമില്ല, പുതിയ സ്റ്റോറീസ് ഇപ്പോൾ എന്തായാലും ഉടനെ ഞാൻ ചെയ്യുന്നില്ല, ഈ മെഹബൂബ എന്ന് തീരട്ടെ. അപ്പം അതങ്ങനെ. പിന്നെ കൊളാബറേഷൻസ് ഉണ്ട് കേട്ടോ, ഡോൺ വറി. ടേക്ക് കുക്കേഴ്സ് കുറേ എനിക്ക് സ്വൈര്യം തന്നില്ല, ടേക്ക് കുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം പേടിക്കേണ്ട, ടേക്ക് കുക്ക് വരുന്നുണ്ട്. എന്തായാലും ഓടണില്ല, നമ്മുടെ മെഹബൂബ കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ പേടിക്കരുത്. എന്നോട് പലരും ചോദിച്ചു, ഇത് ചാനൽ നിർത്തുവാണോ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ടേനു. എന്തായാലും ചാനൽ നിർത്തുന്നൊന്നുമില്ല, എല്ലാം ഞാൻ കണ്ടിന്യൂ ചെയ്യും, ആരും വിഷമിക്കേണ്ട, ഞാൻ ഉടനെ തിരിച്ച് വരും. ഇനിയൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ മെഹബൂബ കണ്ടിന്യൂ ചെയ്യും, കൺമണി കണ്ടിന്യൂ ചെയ്യും, പുതിയ സ്റ്റോറീസ് ചെയ്യാം, ആരും വിഷമിക്കേണ്ട. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു പഠിത്തം കഴിയാൻ 2 വർഷം എടുക്കും. അപ്പോൾ 2 വർഷം കഴിയുമ്പം, 2 വർഷം ഇല്ല, ഒരു 1.25 2 ഇരിക്കട്ടെ, നമുക്ക് റൗണ്ട് ചെയ്ത് 2. ഓക്കെ. അപ്പോൾ 2 വർഷത്തേക്ക് ഞാൻ മെല്ലെ ഒന്ന് സ്ലോ ആകും, കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേബിളായി കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ആയിക്കോളും, കുഴപ്പമില്ല. ഇപ്പോൾ പഴയ പോലെ ആ ഹെൽത്ത് ഇഷ്യൂസ് അധികം ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. മെഡിസിൻ്റെ കഴിപ്പൊക്കെ നിർത്തി കഴിഞ്ഞു, ദാറ്റ് മീൻസ് ഐ ആം ഓക്കെ. അപ്പം ഇനി ഒന്ന് സ്റ്റേബിളായിട്ട് ഞാൻ മെഹബൂബയായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ആരും വിഷമിക്കേണ്ട, എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം. ലവ് യു സോ മച്ച്. കെട്ടിപ്പിച്ച ചക്കര ഉമ്മ.